ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ടതായ ഭാഗമെന്ന് പറയപ്പെടുന്നത് പ്രതിപ്രവർത്തന നിയമങ്ങൾ. ആപ്തവാക്യമായി നൽകിയിരിക്കുന്നത് വെളിപ്പാട് 11 അധ്യായം 19 വാക്യം. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഒരിക്കൽ ഫേസ്ബുക്ക് സ്ഥാപകനെ കാണുകയും ചില കമ്പനികളുടെ രഹസ്യങ്ങളെ ചോർത്തുന്നതിനെക്കുറിച്ച് അതാരാകുന്നു അത് ചോർത്തുന്നതെന്നും അവയെ നിയമപരമായി നേരിടേണ്ടിയിരിക്കുന്നു, ചോർത്തപ്പെടുന്നതായ വ്യക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫേസ്ബുക്ക് കമ്പനി നിസ്സഹനായി നിൽക്കുക മാത്രമല്ല, അതിനു വേറെ നിയമങ്ങൾ നാം ഇനി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയുമുണ്ടായി. അതിനുമൂലം പരാതിയുമായി വന്നതായ യൂറോപ്യൻ യൂണിയൻ സർക്കാരുകൾ നിസ്സഹരായി മടങ്ങിപ്പോകേണ്ടി വന്നതായി കാണാൻ സാധിക്കുന്നു. ഇവിടെ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമവ്യവസ്ഥകൾ കാലാകാലങ്ങളിൽ മാറ്റി സമയോചിതമായി തിരുത്തി എഴുതപ്പെടുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമവ്യവസ്ഥകൾ ഒരിക്കലും മാറ്റി എഴുതുവാനോ തിരുത്തി എഴുതുവാനോ അതിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഇട വന്നിട്ടില്ല, ഇനി വരികയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യരാശിയുടെ നല്ല നടത്തിപ്പിനും അവിടേതായ ആത്മീയമായിരിക്കുന്നതായ ജീവിതയാത്രയ്ക്കും മുതൽക്കൂട്ടാകുന്നതായ വ്യവസ്ഥകളും നിയമങ്ങളും ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൻ്റെ സ്വഭാവം എന്താകുന്നുവോ അത് തൻ്റെ മക്കൾക്കായി കർത്താവ് എഴുതി നൽകിയതായി കാണുവാൻ സാധിക്കുന്നു. സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം തമ്പുരാൻ തൻ്റെ സ്വന്തം വിരലുകളാൽ എഴുതി കൊടുത്തതായ കൽപ്പനകൾ ഇതുവരയ്ക്കും മാറ്റപ്പെടുവാനിടയായിട്ടില്ല. ഈ കൽപ്പനകൾ ഇന്ന് സാക്ഷ്യകൂടാരത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ മാറ്റമില്ലാത്ത സ്വഭാവത്തിൻ്റെ പ്രതീകമാകുന്നു, അല്ലെങ്കിൽ ദൈവിക സ്വഭാവമാകുന്നു നിയമങ്ങളായും കൽപ്പനകളായും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഓർത്തിരിക്കാം. ഇത് ആരെയും വ്രണപ്പെടുത്തുവാൻ വേണ്ടിയല്ല, എല്ലാവരും സുഖകരമായ സന്തോഷകരമായ സമാധാനപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തന്നെയാകുന്നു. അന്ത്യനാളുകളിൽ 7 ബാധകൾ പുറപ്പെടുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം മിസ്രൈമിൽ കഠിനമായി അടിമത്വം പ്രാപിച്ച സമയത്ത് ദൈവം അവരെ വിടുവിക്കുവാൻ വേണ്ടി തൻ്റെ ഭക്തനായിരുന്ന മോശയിലൂടെ പ്രവർത്തിച്ചപ്പോൾ ഫറവോനും തൻ്റെ അനുയായികളും തൻ്റെ ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കുവാൻ തയ്യാറാകാതിരുന്ന നാളുകളിൽ അയച്ചതായ ബാധകൾ അവർക്ക് എന്തുമാത്രം ഹാനികരമായിരുന്നു, അതിനേക്കാളും ഭീതിജനകവും ഹാനികരവും വേദനാജനകവുമായിരിക്കും അന്ത്യനാളിലുണ്ടാകുന്നതായ 7 ബാധകൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുന്നു. ദൈവത്തിൻ്റെതായ 10 കൽപ്പനകൾ നിൽക്കുന്നതായ സ്ഥിതി ചെയ്യുന്നതായ അവസ്ഥയാകുന്നു അല്ലെങ്കിൽ സാക്ഷിക്കൂടാരം എന്ന് പറയപ്പെടുന്നത്. ഈ ബാധകൾ അയക്കുന്നതായ ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും അല്ലെങ്കിൽ വിശ്വസ്ഥലത്ത് നിന്നും പ്രവേശിക്കും മുൻപ് തന്നെ സാക്ഷ്യക്കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ നിന്നും ബാധകൾ തൻ്റെ ദൂതന്മാർ പുറപ്പെടുപ്പിക്കും മുൻപ് തന്നെ സാക്ഷ്യപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നു. വെളിപ്പാട് 15:5 പറയപ്പെടുന്നത് ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷിക്കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. യോഹന്നാന് ദൈവം അത് വെളിപ്പെടുത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. യാക്കോബ് പറയപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. ന്യായപ്രമാണം നാം എപ്പോഴാകുന്നു അനുസരിക്കുന്നത്, ആ ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല എന്നുകൂടെ നാം ഓർത്തിരിക്കുക. നാം ന്യായപ്രമാണം അനുസരിക്കാതെ ഇരിക്കുമ്പോൾ ന്യായപ്രമാണത്താൽ നാം എന്ത് ചെയ്യുന്നു? വിധിക്കപ്പെടുന്നു. പെട്ടകത്തെ വിവരിക്കുവാൻ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ 10 കൽപ്പന അടങ്ങിയിരിക്കുന്നതായ ആ പെട്ടകത്തെ വിവരിക്കുവാൻ വേണ്ടി യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്കാകുന്നു സാക്ഷിക്കൂടാരം എന്നത്.
പുറപ്പാട് 3:31-18 പറയപ്പെടുന്നത്, അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകളായ സാക്ഷ്യപ്പലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു. പ്രിയ സഹോദരങ്ങളെ, അന്ത്യനാളിൽ ന്യായവിസ്താര സഭ ആയിരിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഈ ദൈവം സ്വന്തം വിരലുകളാൽ എഴുതപ്പെട്ടതായ ആ 10 കൽപ്പനകൾ ആയിരിക്കും. ആ സാക്ഷിക്കൂടാരം പ്രത്യക്ഷപ്പെട്ടുവെന്ന് ദൈവം യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആയതിനാൽ ആർക്കും മാറ്റി എഴുതുവാനോ കുറയ്ക്കുവാനോ കൂട്ടുവാനോ കഴിയാത്തതായ നിയമവ്യവസ്ഥകളാകുന്നു, അല്ലെങ്കിൽ കൽപ്പനകളാകുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് കാലാനുസൃതമായി മാറ്റുന്നതല്ല. അവിടെ ഏതൊരു മുഖപക്ഷത്തിനും അവിടെ അവസരമില്ല. ആയതിനാൽ ദൈവം നൽകിയിരിക്കുന്നതായ ആ കൽപ്പനകൾ നാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ജീവിതങ്ങൾ അതിനൊത്തവണ്ണം പരിപാലിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തലമുറകളും നശിച്ചു പോകാതെ ആ നിത്യയിൽ പ്രവേശിക്കുവാൻ കഴിയും. അതിനായി ദൈവം തമ്പുരാൻ മാറ്റമില്ലാത്ത വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നൽകിയ സ്തോത്രം കർത്താവേ, നൽകിയ വചനത്തിനായ സ്തോത്രം. കാലഘട്ടത്തിനനുസൃതമായി മാനുഷിക ഗവൺമെൻറ്റുകൾ നിയമങ്ങൾ വ്യവസ്ഥകൾ മാറ്റി എഴുതുമ്പോൾ ഒരിക്കലും മാറ്റി എഴുതാത്തതായ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാത്തതായ, അത് കർത്താവെ മറ്റൊന്നും ന്യൂനതകൾ കണ്ടുപിടിക്കാൻ കഴിയാത്തതായ, സുശക്തമായിരിക്കുന്നതായ, അനുഗ്രഹമായിരിക്കുന്നതായ നിയമവ്യവസ്ഥകളാൽ അവിടുത്തെ മക്കളെ പരിപാലിക്കുന്നതായ ആ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്വഭാവങ്ങൾ, ആ സ്വർഗത്തിൻ്റെതായ അനുഭവങ്ങൾ കൽപ്പനകളായി അവിടുത്തെ മക്കൾക്ക് നൽകി ഓർത്ത് സ്തോത്രം ചേർത്താവേ, അവ ഏറ്റെടുത്തുകൊണ്ട് അവയ്ക്കൊത്തോണം ജീവിക്കുവാൻ അവിടുത്തേതായ മക്കളെ ആത്മാവിനാൽ അവിടുന്ന് നയിക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.